ജീവിതത്തിൽ ഒന്ന് ഉയരാൻ ആഗ്രഹിച്ചിട്ട് എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയിട്ടും ഉയരുവാൻ കഴിയാത്ത ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് അവർക്ക് ഉയരുവാൻ കഴിയാത്തത്? ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറയാം, സ്വയം ഉയരുവാൻ കഴിയത്തില്ല, നിങ്ങളെ ഉയർത്തുവാൻ ഒരാൾ വേണം. 113-ാം സങ്കീർത്തനത്തിലെ 7-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ധ്യാനം. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ജീവിതത്തിൽ എത്ര വലിയ താഴ്ച വന്നാലും അതിനകത്തു നിന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യന് പറ്റുന്ന ഏറ്റവും വലിയ പരാജയം, ജീവിതത്തിൽ ഏറ്റവും വലിയ താഴ്ച വരുമ്പോൾ സാഹചര്യങ്ങളെ നോക്കിയിട്ട് അവരുടെ മനസ്സ് പെട്ടെന്ന് തളർന്നു പോകും. വേദപുസ്തകത്തിൽ ഇയ്യോബിനെ പഠിക്കുമ്പോൾ പരാജയത്തിന്റെ പടുകുടിയിൽ വീണ ഭക്തൻ പറയുകയാണ്, ഞാൻ ഇങ്ങനെ നശിക്കത്തില്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ എൻ്റെ ദൈവത്തെ കാണും. എന്താണ് ഭക്തന്റെ ജീവിതത്തിന്റെ വിജയം? പരാജയപ്പെട്ടിട്ടും പരാജയപ്പെടാത്തൊരു മനസ്സിന് ഇയ്യോബ് ഉടമയായിരുന്നു. അതാണ് ഇയ്യോബിന്റെ ലൈഫിന്റെ ഏറ്റവും വലിയ വിജയം. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരാജയത്തിന്റെ പടുകുടിയിൽ വീണ് കിടക്കുന്ന വ്യക്തിയാണ് നീയെങ്കിലും പരാജയപ്പെടാത്തൊരു മനസ്സിന് നീ ഉടമയായി തീരട്ടെ. ഇവിടെ ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത്? അവൻ, ദൈവത്തിന് സ്തോത്രം, എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തും. നിന്നോട് ദൈവം സംസാരിക്കുക. നിന്റെ ലൈഫിൽ മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നിന്റെ ലൈഫിൽ സംഭവിക്കാൻ പോവാം. അതെന്താന്ന് ഞാൻ വെളിപ്പെടുത്തി തരാം. നിന്നെ ദൈവം ഉയർത്തുവാൻ പോകുകയാണ്. അതിനടുത്ത വാക്യം നിങ്ങൾ വായിക്കണം. പ്രഭുക്കന്മാരോടുകൂടെ, തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു. അപ്പം നിന്നെ താഴ്ചയിൽ നിന്ന് ഉയർത്തി അർഹിക്കാത്തൊരു പദവിയിൽ കൊണ്ട് എൻ്റെ ദൈവം ഇരുത്തും. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ ഇരുത്താൻ ദൈവം ഒരുക്കിയ ഇടത്ത് കൊണ്ടിരുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ചാട്ടെ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ എത്ര വലിയ താഴ്ചയിൽ നിന്നും ഞങ്ങളെ ഉയർത്തിക്കൊണ്ട് വന്ന്, ഹല്ലേലൂയ, ഞങ്ങളെ ഇരുത്താൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിൽ കൊണ്ടിരുത്തുന്നത് കൊണ്ട് സ്തോത്രം കർത്താവേ. പ്രാർത്ഥിച്ച ദൈവകരത്തിലോട്ട് ഏൽപ്പിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ ഉയർത്തി ഇരുത്തേണ്ടിടത്ത് ഇരുത്തും. ഗോഡ് ബ്ലസ് യു.